വുക്കമനോവിച്ച് ബാക്ക് ടു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള ഒരു തലക്കെട്ടിന് സാധ്യത തെളിയുകയാണ്. ഓഗസ്റ്റോ സെപ്റ്റംബറിൽ ഈ വരാൻ പോകുന്ന ഓഗസ്റ്റോ സെപ്റ്റംബറിലോ ഇവാൻ ഇന്ത്യയിലെത്തും, കേരളത്തിലും എത്തും. ഇവാൻ വുക്കമനോവിച്ച് ബാക്ക് ടു ഇന്ത്യൻ ഫുട്ബോൾ എന്നുള്ള ഒരു തലക്കെട്ടിന് സാധ്യത തെളിയുകയാണ്. ആശാനെ ഇന്ത്യയിൽ നിന്നും ബന്ധപ്പെട്ട് കഴിഞ്ഞു. ആശാൻ അതിനെ ഒരു നോ എന്ന് പറഞ്ഞിട്ടില്ല, എന്നാൽ പൂർണ്ണമായ സമ്മതവും മൂളിയിട്ടില്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ആദ്യം മനോലോ ഒഫീഷ്യലായിട്ട് അതിന് സ്ഥിരീകരണം വരണം. മനോലോ അല്ലെങ്കിൽ മനോലോയെ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ മനോലോ പോകുന്നു എന്നുള്ള സ്ഥിരീകരണം വരണം. ആ സ്ഥിരീകരണം വന്നതിന് ശേഷം വിശദമായി ഒരു മീറ്റിംഗ് ആകാം എന്നാണ് ആശാന്റെ നിലപാട്. ISL ക്ലബ്ബുകളായ മുംബൈ സിറ്റി FC-യും ചെന്നൈയിൻ FC-യും കൂടെ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സോ അതും അദ്ദേഹം ഈ പറയുന്ന പോലെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്, തൽക്കാലം ഹോൾഡ് ചെയ്യുക. മുംബൈ സിറ്റി ആൻഡ് ചെന്നൈയിൻ FC അതിനേക്കാളൊക്കെ എത്രയോ മുകളിലാണ് ഇന്ത്യയുടെ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനം. സോ സ്വാഭാവികമായിട്ടും ഒരു മിനിമം 2 വർഷത്തേക്കുള്ള കരാറായിരിക്കും അദ്ദേഹം ആവശ്യപ്പെടുക. ഈസ് ബാക്ക് ഇൻ ഇന്ത്യൻ ഫുട്ബോൾ എന്ന് ഹെഡിങ് ഇടാൻ സമയമാകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം പറയാൻ കഴിയുന്നത്. മലയാളികൾ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ, അദ്ദേഹത്തിന്റെ എന്താ പറയാ ഫാൻസ് എന്ന് പറയുന്നത് എത്രയോ ആൾക്കാരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഒരു വലിയ സന്തോഷത്തിന്റെ വാർത്തയായിരിക്കാം ഒരു പക്ഷേ കാത്തിരിക്കുന്നത്. ഇവാൻ വുക്കമനോവിച്ചിന്റെ 2ാം വരവ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ദേശീയ ടീമിന്റെ പരിശീലകന്റെ കസേരയിലേക്ക്, അത് എന്തൊരു വാർത്തയായിരിക്കും അല്ലേ.